celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഫോമ എംപയർ റീജിയൻ കൺവെൻഷനോടനുബന്ധിച്ച് യോങ്കേഴ്സിൽ നടന്ന സമ്മേളനത്തിൽ ഫോമ ഇലക്ഷനിൽ മത്സരിക്കുന്ന 2 ടീമുകളുടെയും മുഖാമുഖ പരിപാടി സംഘടിപ്പിച്ചു. RVP ഷോളി കുമ്പിളുവേലി, PT തോമസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഫോമയുടെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ 2024-26 കാലഘട്ടത്തിലേക്കുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എന്നോടൊപ്പം ടീം ഫോമയുടെ ജനറൽ സെക്രട്ടറിയായി ടെക്സസിൽ നിന്ന് സാമുവൽ മത്തായി മത്സരിക്കുന്നു. നാഷണൽ കമ്മിറ്റിയിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെ ഡോക്ടർ ഫിലി നെച്ചിക്കാടും നാഷണൽ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അരക്കാഴ്ചകളിലൂടെ ഒട്ടേറെ അഭിനയ മുഹൂർത്തങ്ങൾ മലയാളി സമൂഹത്തിന് കാഴ്ചവെച്ച നാടക സീരിയൽ നടൻ സണ്ണി നൈനാൻ കല്ലൂപ്പാറയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഷാലു പുന്നൂസിനും കൈയടിക്കാം. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട്. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തതയുള്ള വ്യക്തിയാണ് ഷാലു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യം വിളിച്ചത്. അങ്ങനെ പലരെയും ഈ പ്രസ്ഥാനത്തിൽ ആദ്യവും അവസാനവും വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രകൃതം. ഒട്ടേറെ യുവാക്കൾ 85-ലേറെ അംഗസംഘടനകളിലുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ ഇവരെയൊക്കെ വിളിക്കാൻ ആത്മാർത്ഥതയുള്ള ഒരു നേതാവ് വേണം, ഒരു പ്രവർത്തകൻ വേണം. ആ പ്രവർത്തകനെയാണ് നിങ്ങൾ ഇന്ന് നോക്കിക്കാണുന്നത്. ഫോമയുടെ തുടക്കം മുതൽ ആദ്യത്തെ കോർ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായി, അതിനുശേഷം ആദ്യ കോൺസ്റ്റിറ്റ്യൂഷണൽ ബൈലോ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായി, തുടർന്ന് പൊളിറ്റിക്കൽ ഫോറത്തിന്റെ ചെയർമാനായി, അതിനുശേഷം നാഷണൽ കമ്മിറ്റി മെമ്പറായി, ന്യൂയോർക്ക് റീജിയന്റെ നാഷണൽ കമ്മിറ്റി മെമ്പറായി, അതിനുശേഷം ഫോമയുടെ നാഷണൽ അഡ്വൈസറി കൗൺസിലിന്റെ ചെയർമാൻ, ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയ ചങ്ങാതി ബിജു തോണിക്കടവലിനും പ്രദീപ് നായർക്കുമൊക്കെ 2020-22 കാലഘട്ടത്തിൽ $1 മില്യൺ പ്രസ്ഥാനത്തെ വലുതാക്കിയപ്പോൾ അതിന്റെ ട്രഷററായി. അടുത്ത 2 വർഷക്കാലം 2024-26 കാലഘട്ടത്തിൽ ഈ ഫോമയെ ഉന്നതിയിലേക്ക് ആനയിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് ടീമിന് സാധിക്കുമെന്ന് ഈ അവസരത്തിൽ പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫോമയ്ക്ക് നല്ല ഭാവിയുണ്ട്. ഫോമ ഇന്നലെയും ഇന്നും നാളെയും യുണൈറ്റഡ് ആണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ടെക്നോളജി രംഗത്തുള്ളവർ അവരെ ആഗോളാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് സിലിക്കൺ വാലിയിൽ ഒരു അന്തർദേശീയ സമ്മിറ്റ് ഞാൻ നടത്തും. അനിയൻ ജോർജിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹെൽപ്പിംഗ് ഹാൻഡ്സ് 10,000 മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ച് $1 മില്യൺ ഹെൽപ്പിംഗ് ഹാൻഡ്സ് പ്രൊജക്റ്റാക്കി മാറ്റും. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അവ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞാണ്. വളരെ സുതാര്യമായ വാഗ്ദാനങ്ങളാണ് അന്തർദേശീയ വനിതാ സംരംഭകരുടെ സമ്മിറ്റ് നടത്തുന്നതാണ്. സാമുവൽ മത്തായി. നമുക്കറിയാം, അമേരിക്കയിൽ 2 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഡെമോക്രാറ്റിക്കിന്റെ എൻഡോളജി അല്ല റിപ്പബ്ലിക്കൻ ഫോളോ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ 3 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കോൺഗ്രസിന്റെ ആദർശമല്ല കമ്മ്യൂണിസ്റ്റിന്, കമ്മ്യൂണിസ്റ്റിന്റേതല്ല BJPക്ക്. എന്നാൽ ഫോമ എന്ന ഈ മഹത്തായ സംഘടനയ്ക്ക് ഒറ്റ ആശയമേ ഉള്ളൂ. നമ്മൾ സുഹൃത്തുക്കളാണ്, നമ്മൾ ഒത്തുചേരാൻ ഉള്ളവരാണ്. ഇലക്ഷൻ വരും പോകും, ജയപരാജയങ്ങൾ സ്വാഭാവികം. ഇലക്ഷൻ കഴിഞ്ഞാലും നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. ബാലജന സഖ്യത്തിലൂടെയാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. കോളേജ് യൂണിയനിൽ 5 വർഷം ഒരു പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ലീഡ് ചെയ്ത് കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി, സ്പോർട്സ് കമ്മിറ്റി സെക്രട്ടറിയായി 5 പ്രസ്ഥാനങ്ങളിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടാണ് ഫോമ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് ഒരു ജനറൽ സെക്രട്ടറിയുടെ റോൾ, എത്രത്തോളം സമയം ഇതിനാവശ്യമുണ്ട്, എന്തെല്ലാം കഠിനാധ്വാനം വേണമെന്ന്. അതെല്ലാം ഉൾക്കൊണ്ടാണ് മത്സരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദവും അനുഗ്രഹവും വോട്ടായി തന്ന് എന്നെയും എൻ്റെ പാനലിനെയും വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സണ്ണി കല്ലൂപ്പാറ. ഞാൻ എൻ്റെ കുടുംബത്ത് ഞാൻ കളിച്ചു വളർന്ന പള്ളിയുടെ ബേസ്മെന്റിൽ നിന്ന് എന്തു പറയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും.
ഞാൻ നിങ്ങളോടൊപ്പം എൻ്റെ 21ാം വയസ്സ് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വളർന്നവനാണ്. ഞാൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഐ ഫോർ ദ ബ്ലഡ് എന്ന പ്രോഗ്രാം നടപ്പാക്കി. 25 പേർക്ക് കാഴ്ചശക്തി കൊടുക്കുന്ന പ്രോഗ്രാമായാണ് തുടക്കം കുറിച്ചത്. വീൽ ഫോർ ദ വീൽസ് എന്ന പദ്ധതി ഇപ്പോഴും എല്ലാ ശനിയും ഞായറും വീൽചെയറിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അമേരിക്കയിലുള്ള ജനങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെന്റുമായി കൈകോർത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫോമയുടെ നാഷണൽ കമ്മിറ്റി മെമ്പറായി എനിക്ക് അവസരം കിട്ടിയപ്പോഴെല്ലാം എന്നെ കൊണ്ടാവും വിധം എളിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു. അനിയൻ ജോർജ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സുപ്രധാനമായ 4 കമ്മിറ്റിയിൽ ചെയർപേഴ്സണായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ആ അവസരം ഞാൻ ശരിയായി വിനിയോഗിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ ഈ നിൽക്കുന്ന ബഹുമാന്യനായ തോമസ് ടി ഉമ്മൻ ട്രഷറർ ആയിരുന്നപ്പോൾ 2 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഞാൻ ഈ പാനലിൽ ചേർന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, 2 കോടി എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കൈകൊണ്ടാണ് 2 കോടി രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കുവാൻ സാധിച്ചത്. ഇവിടുത്തെ പള്ളിയിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് കാണാം പ്രകാശം കൊടുത്ത് പ്രകാശിതരാകുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ കത്തിച്ച മെഴുകുതിരി പോലെ ആയിരിക്കണം. അതായത് കത്തി ഇല്ലാതായിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്താൻ കഴിയുന്ന മാന്യദേഹമാണ് തോമസ് ടി ഉമ്മൻ. അദ്ദേഹത്തിന്റെ പാനലിനെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ് ഫോമ. ഡോക്ടർ പ്രിൻസ് നെച്ചിക്കാട്, ജോയിന്റ് സെക്രട്ടറി. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം വോട്ട് ചോദിക്കുവാനല്ല, മുഴുവൻ ടീമിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആളുകളുടെ എക്സ്പീരിയൻസ് നോക്കുക, ആരാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി വിജയിപ്പിക്കുക. തോമസ് ടി ഉമ്മൻ രാവും പകലും ഫോമയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റെടുത്ത എല്ലാ ജോലികളും കാര്യക്ഷമതയോടെ ചെയ്യുന്നയാളാണ്. ചില ആളുകളിൽ നിന്ന് വിമർശനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അക്കൗണ്ടന്റിന്റെ ജോലി ചെയ്യുമ്പോഴാണ്. മുൻ നേതാക്കൾ ഇന്നത്തെ നിലയിലെത്തിച്ച ഫോമയെ ഉന്നതിയിലെത്തിക്കാൻ ഞങ്ങളുടെ ടീമിന് സാധിക്കുമെന്ന് ഉറപ്പു തരുന്നു. ഞാനിപ്പോൾ ഫോമ വെസ്റ്റേൺ റീജിയൻ RVP ആണ്. ഫോമ നാഷണൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. കൺവെൻഷൻ ചെയർപേഴ്സണായി വർക്ക് ചെയ്തിട്ടുണ്ട്. 1990 കാലിഫോർണിയയിൽ വന്നു. അന്ന് ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ടാണ് വന്നത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടർ ഡിഗ്രിയുണ്ട്. ഇന്ത്യയുടെ കമ്പ്യൂട്ടർ കമ്പനി സിഡാക് നിർമ്മിച്ച 5 പേരെ ചേർത്ത് താൻ സ്ഥാപിച്ച കമ്പനി വിപുലമാക്കി. നമ്മളെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റ് ഏജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന ആൾക്ക് വോട്ട് ചെയ്യുക. ആ ടീം ഞങ്ങളുടെ ടീമായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.